ജീവിതത്തിന്റെ ഒരു സ്വഭാവമാക്കി മാറ്റുക. നമ്മൾ പല വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. പെണ്ണുങ്ങൾക്കൊന്നും തിരിയില്ല അങ്ങനെ പറയേണ്ട, ആണുങ്ങളെക്കാളൊക്കെ നല്ല ബുദ്ധിയുള്ള പെണ്ണുങ്ങളുണ്ട് ഇല്ലേ? കുട്ടികൾ വലിയവർക്ക് തോന്നാത്ത ചില ഐഡിയകളൊക്കെ കുട്ടികളുടെ തലയിൽ കാണും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് വരുന്ന സമയത്ത് മൗസിമുൽ ജംഇയ്യൽ ഉമൂമിയ്യ അങ്ങനെ കിതാബുകൾ രേഖപ്പെടുത്തുക. അതായത് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ആളുകൾ ഹജ്ജിന് വരുമ്പോൾ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവരിൽ നിന്ന് പ്രധാനികളായ മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു ഹജ്ജിന് വരുമ്പോൾ. എന്നിട്ട് പറയാണ്, ചിലപ്പോ ഹത്താ നാദാ ഗിൽമാനഹും, അവരിലെ മീശ മുളച്ചു വരുന്ന ചെറുപ്പക്കാരായ കുട്ടികളെ വരെ വിളിച്ചിട്ട് ഉമർ തങ്ങൾ ചോദിക്കും, കുട്ടികളെ നിങ്ങൾക്കിതിൽ വല്ല അഭിപ്രായമുണ്ടോ? ഉമർ തങ്ങൾ ചോദിക്കും. എന്തു പറഞ്ഞാൽ നല്ലൊരു ഐക്യവും സമാധാനവും ഉണ്ടാവുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടികളെ, ചെറുപ്പക്കാരായ കുട്ടികളെ തോളിൽ പിടിച്ചിട്ട് എല്ലാരെയും കൂട്ടിപ്പിടിച്ച് തലകൾ ഇങ്ങനെ മുട്ടുന്നാണ്. എന്നിട്ട് പറയുമായിരുന്നു, ഹാക്കദാ കൂനു, നിങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കണം കേട്ടോ, നിങ്ങൾ എന്ത് ചെയ്യരുത്, വിവിധ പാർട്ടികളായി പോയി തമ്മിൽ തല്ലരുത് കേട്ടോ. ഹാക്കദാ കൂനു, ഇങ്ങനെ തോളിൽ പിടിച്ച് ഒരുമിച്ച് തലകൾ ഒരുമിപ്പിച്ച് ഉരസിക്കൊണ്ട് പറയും, നിങ്ങൾ ഇങ്ങനെ ആവണം, ഒരുമിക്കണം, തോളോട് തോൾ നിൽക്കണമേ, നിങ്ങൾ വിഘടിച്ചു പോകരുത് എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല. അൽഫിർഖത്തു അദാബ്, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായി ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ തെറിച്ചു പോകുന്നത് അദാബാണെന്നാണ്, ശിക്ഷയാണെന്നാണ്, അള്ളാഹു തരുന്ന ശിക്ഷയാണ്. അങ്ങനെ ആയി പോവരുത്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൂടിയാലോചനകൾ, ഒന്ന് വാപ്പ മകനോട് ചെയ്തത്, മഹാനായ ഇബ്രാഹിം ഖലീൽ അലൈഹിസ്സലാത്തു വസ്സലാം. കൂടിയാലോചന, ഒരു ഭാര്യയോട് ഭർത്താവ് കൂടിയാലോചിച്ചത് ഹുദൈബിയ സന്ധിയിലെ നിർണായകമായ രംഗത്ത് തിരിച്ചു പോരാൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ഉപദേശിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ തങ്ങളോട് കൂടിയാലോചിച്ചത്. പിന്നെ ജീവിതത്തിന്റെ മറ്റു വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ, ഏതെങ്കിലും ഒരു ദുഷിച്ച ഗാങ്ങിൽ ചെന്നു പോയി പെട്ടാൽ വിവരമുള്ള ഒരാളോട്, ആലിമീങ്ങളോട്, പണ്ഡിതന്മാരോട്, അല്ലെങ്കിൽ സതുപദേശം തരാൻ കഴിയുന്നവരോട് കൂടിയാലോചിക്കുക. ചെറുപ്പക്കാർ കൂടിയാലോചിക്കും അവരുടെ അതേ ഏജുള്ള മക്കളോട്, അവർക്കൊക്കെ ഒരു ചിന്തകളെ ഉണ്ടാവൂ, അതിൽ നിന്നും മാറി ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് നല്ല ഒരു സാരോപദേശം ലഭിക്കാതെ പോകും. അങ്ങനെയാണ് ചെറുപ്പക്കാരൊക്കെ എന്തെങ്കിലും തെറ്റിലേക്ക് പോകുമ്പോഴേക്കും കൂടെ 10 ആളുകൾ ചെറുപ്പക്കാർ അവന്റെ കൂടെ ഉണ്ടാവും. നീ നടത്തിക്കൂടോ, കല്യാണം ഞങ്ങൾ നടത്തി തരാം, പുരക്കാരൻ നിന്നെ പുറത്താക്കിയാലും ഞങ്ങൾ ചെയ്തു തരാം കല്യാണം, പന്തൽ ഞാനേറ്റു, ചോറ് ഞാനേറ്റു. ആരായി പറയണത്? 18 വയസ്സായ ചെറുക്കൻ. സുബ്ഹാനല്ലാഹ്. അവർക്ക് ഉപദേശം തരാൻ കഴിയില്ല, മുതിർന്നവരോട് ഉപദേശിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ലൈസ മിന്ന, നമ്മളിൽ പെട്ടവനല്ലല്ലോ, മല്ലം യർഹം സഗീറന വലം യുവഖിർ കബീറന, നമ്മളിലെ കൊച്ചുമക്കളോട് സ്നേഹം കാണിക്കാത്തവരും നമ്മളിലെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് പറയുന്നത്? പ്രായത്തിൽ കൂടുമ്പോൾ അനുഭവത്തിൽ കൂടുമെന്നാണ്. മുതിർന്ന ആളുകൾക്ക് നല്ല ഉപദേശങ്ങൾ അവർക്ക് നൽകാൻ കഴിയും. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായവരാണവർ. അതുകൊണ്ടാണ് മുതിർന്ന ആളുകളെ നേതൃസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെടാറുള്ളത്. അത് ഇസ്ലാമിന്റെ ഒരു നയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ നേർവഴിയിൽ ഒരുമയോടുകൂടെ വഅംറുഹും ശൂറാ ബൈനഹും, നല്ല വിഷയങ്ങളിലേക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ട്, തിന്മകളോട് സമരം പ്രഖ്യാപിച്ചുകൊണ്ട്, തിന്മകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ അല്ലാഹു ഈ സമൂഹത്തിന് എന്നും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഅംറുഹും ശൂറാ ബൈനഹും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ് സ്വലാഹ്. ബാക്കി നിങ്ങൾ ഓതി തരണം. കഴിഞ്ഞു പോകുമ്പോഴേക്ക് ഈ ആയത്ത് നിങ്ങൾ പഠിക്കണേ. ബാക്കി എന്താണ്? والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينهم ومما رزقناهم ينفقون. نودي نوكو. بسم الله الرحمن الرحيم. بسم الله ودي قولوا بسم الله الرحمن الرحيم. എല്ലാവരും ചൊല്ലിയിട്ടില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാ അല്ലാഹ്. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ് സ്വലാത
വഅംറുഹും ശൂറാ ബൈനഹും വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഒരായത്ത് പഠിച്ചു നിങ്ങള്. അൽഹംദുലില്ലാഹ്. സൂറത്തു ശൂറയിലാണ് അല്ലാഹു പറയുന്നത്, 38-ാമത്തെ ആയത്ത്, വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം, ആരാണോ അല്ലാഹുവിന് ഉത്തരം കൊടുത്തവരെ, വഅഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തിപ്പോരുന്നവരെ, റമളാൻ കഴിഞ്ഞാൽ ഒഴിവാക്കുന്നവരല്ല, റമളാൻ കഴിഞ്ഞാലും നിലനിർത്തിപ്പോരുന്നവർ. ഇതൊക്കെ നമ്മൾ പെട്ടിട്ടുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. റമളാൻ കഴിഞ്ഞപ്പോ നിർത്തിവെച്ചോ? ഇല്ലല്ലോ. നിർത്തരുതേ. ഇല്ല സ്വലാത്തി മാ അഖല്ലീഹാ, എന്റെ നിസ്കാരം അതുമാത്രം, അത് ഞാൻ ഒഴിവാക്കുകയില്ല, അത് ഞാൻ ഒഴിവാക്കൂല എന്ന് പറയുന്നൊരു തലമുറയാവുക. വഅഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തിപ്പോരുന്നവരും. സ്വല്ലു എന്നല്ല, നിസ്കരിച്ചു എന്നല്ല പറഞ്ഞത്. നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ റമളാൻ നിസ്കരിച്ചിട്ടുണ്ടാവും, പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ടാവും, അതല്ല. അഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവർ. റമളാൻ നിസ്കരിക്കാൻ ഏത് കള്ളോടെയാണ് നിസ്കരിക്കണ മാസമല്ല റമളാൻ മാസം, അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കുമെന്നാണ് അറിയേണ്ടത്. അഖാമുസ്സലാ, അതിനാണ് അല്ലാഹു ഇഖാമത്തുസ്സലാ എന്ന് പറയുന്നത്, നിസ്കാരം നിലനിർത്തുന്നവർ. നമ്മൾ 27 കഴിയുമ്പോൾ റമളാൻ പിരിച്ചു വിട്ടു, പെരുന്നാളോടുകൂടെ നിസ്കാരം പിരിച്ചു വിട്ടു, അങ്ങനെ ആയിപ്പോവരുതേ. വഅഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തിപ്പോരുന്നവരും. വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ വിഷയങ്ങൾ അവർക്കിടയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെടുന്നവയാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകുന്നതിൽ നിന്ന് അല്ലാഹുവിന് വേണ്ടി, എനിക്ക് വേണ്ടി അവരെ ചെലവഴിക്കുന്നവരുമാണ്. അവരാണ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സജ്ജനങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു കല്യാണ വിഷയം വന്നു. ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹയെ ആരാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന്. 2 പുതിയാപ്പിളമാര് വന്നു. ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ മുആവിയ റളിയല്ലാഹു അൻഹു വന്നു. അബൂ ജഹം എന്ന് പറയുന്ന സ്വഹാബിയും വന്നു റളിയല്ലാഹു അൻഹു. അബൂ ജഹം, 2 പേര് വന്നു. ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനമെടുക്കാൻ ആ മഹദി ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു. നബിയേ, എന്റെ വിവാഹം ആലോചിച്ചു വരുന്നുണ്ട്, ഞാൻ ആരെയാണ് വിവാഹം ചെയ്യേണ്ടത്? അങ്ങയുടെ അഭിപ്രായം എന്താണ്? അങ്ങയുടെ അഭിപ്രായം എന്താണ്? നിബിതങ്ങൾ പറഞ്ഞു ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹയോട്, അമ്മ അബൂ ജഹ്മിൻ ഫലാ യളഉ അസാഹു അൻ ആതിഖിഹി. ഫാത്തിമ, അബൂ ജഹ്മിന്റെ വിഷയത്തിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ മൂപ്പര് തോളിൽ നിന്ന് വടി ഇറക്കി വെക്കാത്ത ആളാണ്, നല്ലോണം അടിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അടി നല്ലോണം കൊള്ളേണ്ടി വരും, അത് വേണോ? ഫലാ യളഉൽ അസാ അൻ ആതിഖിഹി, ചുമലിൽ നിന്ന് വടി താഴെ വെക്കാത്ത ആളാണ് അബൂ ജഹം, അയാൾ വേണോ? വഅമ്മാ മുആവിയ, മുആവിയ എന്ന് പറയുന്ന ഈ സ്വഹാബി മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ എന്നവരല്ല, മറ്റൊരു മുആവിയ. വഅമ്മാ മുആവിയ ഫസ്അലുഹു ഖുൽ ലാ മാല ലഹു. ഫാത്തിമ ബിൻതു ഖൈസെ, നിങ്ങൾ അന്തസ്സിൽ ജീവിച്ചു പോരുന്ന കുടുംബത്തിലെ പെണ്ണാണ്. മുആവിയയാണെങ്കിലോ ദരിദ്രനാണ്. സ്അലു ഖുൽ ലാ മാല ലഹു, ഒരു പൈസയും കയ്യിലില്ലാത്തൊരു പരമദരിദ്രനായ ആളാണ് മുആവിയ, നിങ്ങൾക്ക് വേണ്ടത് തീരുമാനിക്കാം. നബി ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹയോട്. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. ചില കുട്ടികളൊക്കെ ലവ് അഫെയർ ആയിട്ട് വരും, പാപ്പാർക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. യാ സലാം, എൻ്റെ കുട്ടിനെ ഞാൻ ആ വീട്ടിലേക്ക് എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുക? എൻ്റെ മക്കളൊക്കെ MBBS അതും ഒക്കെ പഠിച്ച മക്കൾ, ഇവൻ SLC പോലും പാസ്സാവാത്ത ചെറുപ്പക്കാരെ എങ്ങനെ റബ്ബേ, എനിക്ക് അതന്നെ മതി എന്ന് ഓള് പറയും ചെയ്യും. പിന്നെ വാപ്പ കൂടി എന്നാൽ ഞാൻ അനുഭവിച്ച മോളെ എന്ന് പറഞ്ഞ് വിടുകയാണ്. അങ്ങനെ 6 മാസം കഴിയുമ്പോൾ ആ സ്റ്റാമ്പില്ലാത്ത കത്തുമാരോട് തിരിച്ചു വരികയാണ്. ഇങ്ങോട്ട് തിരിച്ച് എന്നെ കൊണ്ടാവൂല, ആവേശമൊക്കെ 6 മാസം കൊണ്ട് തീരുവേ, പിന്നെ തിരിച്ചു പോരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘവീക്ഷണത്തോടുകൂടെ പറഞ്ഞു കൊടുക്കുന്നു, ഇത് നീണ്ടകാലം ജീവിച്ചു പോകേണ്ട, മരണം കൊണ്ട് പിരിയേണ്ട ജീവിതമാണ്. അതുകൊണ്ട് അബൂ ജഹ്മിനെ വേണോ മുആവിയെ വേണോ? മുആവിയ ലാ മാല ലഹ് എന്ന് പറഞ്ഞാൽ യാചിച്ചിട്ടല്ലാതെ ജീവിക്കാൻ പറ്റില്ല, വെറും ദരിദ്രനാണ്, ദാരിദ്ര്യം കൊണ്ട് കല്യാണം ഒഴിവാക്കി എന്നല്ലേ പറഞ്ഞൊരു അർത്ഥം. ലാ മാല ലഹ്, ലാ മാല ലഹ് എന്ന് പറഞ്ഞ നെക്കിറയാണ്. ലാ, ഒരു സമ്പത്തും ഇല്ല എന്ന് പറഞ്ഞാൽ അന്നന്ന് ജീവിക്കണമെങ്കിൽ ആരെങ്കിലും കൊടുത്തിട്ട് വേണം, അങ്ങനത്തെ ദരിദ്രനാണ്. അത് വേണോ?
അബൂജഹമാണെങ്കിലോ പൈസയൊക്കെ കയ്യിലുണ്ട്, നല്ല അടി കിട്ടേണ്ടി വരും, അത് വേണോ എന്ന് ചോദിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തു, നിങ്ങൾക്ക് പറ്റിയൊരു പുതിയാപ്പിളയുണ്ട്, അത് മറ്റാരുമല്ല ഹിബ്ബു റസൂലില്ലാഹ് വബ്നു ഹിബ്ബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയും ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ പുത്രനുമാണത്, മറ്റാരുമല്ല ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് നബി തങ്ങൾ ചോദിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായി വരുന്നത് ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹയാണ്. കൂടിയാലോചന, കല്യാണം ആലോചിക്കുമ്പോഴേ അതുകൊണ്ടാ പറഞ്ഞ് കുട്ടികൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യേണ്ട, പുതിയാപ്പിളിനെ തീരുമാനിച്ചു വരേണ്ട, പെൺകുട്ടികളെ ആൺകുട്ടികൾ പുതിയനെ തീരുമാനിക്കേണ്ട, അത് ഉമ്മയും വാപ്പയും കുടുംബമൊക്കെ കൂടിയാലോചിച്ച് ചെയ്യേണ്ട വിഷയമാണ്. സ്കൂളിൽ നിന്നൊക്കെ തോന്നും എനിക്ക് ഓളില്ലാതെ ജീവിക്കാൻ പറ്റൂലല്ലോ ഒക്കെ തോന്നും. കുറച്ചങ്ങ് വലുതായി വന്നാലേ കാര്യങ്ങളൊക്കെ പിന്നെ തെളിയാണ്. അപ്പോൾ ആ ഒരു ആവേശത്തിലും തീരുമാനം എടുക്കണ്ട. ഞാൻ എൻ്റെ അമ്മ പറഞ്ഞും കേൾക്കൂല, വാപ്പ പറഞ്ഞും കേൾക്കൂല, എങ്ങനെയൊന്നും പറയാൻ പറ്റൂല. പൊന്നു മക്കളെ, ദയവ് ചെയ്തിട്ട് വഅംറുഹും ശൂറാ ബൈനഹും, നിങ്ങളുടെ വിഷയം കൂടി ആലോചിച്ച് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതില്ലാതെ പോയത് കൊണ്ടല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത്. അതില്ലാതെ പോയത് കൊണ്ടല്ലേ എത്രയോ പെൺകുട്ടികൾ ഓടിയും ചാടിയും തളർന്നും കണ്ടവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി പിന്നെ സങ്കടപ്പെട്ട് കത്തെഴുതുകയാണ്, എൻ്റെ അനുഭവം നിങ്ങൾക്കാർക്കും ഉണ്ടാവരുതേ, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ, അതുകൊണ്ട് ആരും പ്രേമമാണ് വലുതെന്ന് പറഞ്ഞ് ചാടല്ലേ, പിന്നോൾ എഴുതി വിടുകയാണ്. നല്ല തന്നെ, ഒരബദ്ധത്തിൽ ചാടിയതിന്റെ ശേഷം സങ്കടപ്പെട്ട് പിന്മാറുന്നതും അബദ്ധത്തിൽ ചാടാതെ രക്ഷപ്പെടുന്നതും ഒരുപോലെയാണോ? വഅംറുഹും ശൂറാ ബൈനഹും, അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ വിഷയം അവരുടെ കുടുംബജീവിതമാകട്ടെ, കല്യാണ വിഷയമാവട്ടെ, ദീനുമായി ബന്ധിക്കുന്ന വിഷയങ്ങളാവട്ടെ, ശൂറാ ബൈനഹും അവർക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ട് തീരുമാനിക്കപ്പെടേണ്ട വിഷയമാണ്. മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ആര് പഠിപ്പിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് നബി തങ്ങൾ ചിലപ്പോഴൊക്കെ കല്യാണ വിഷയത്തിലൊക്കെ വരുമ്പോഴേ. കല്യാണം മുടക്കിയുള്ള നാട്ടിലുണ്ടോ? കൈപൊക്കിയാട്ടെ. ആരോ കൈപൊക്കിയല്ലോ റബ്ബെ വേക്കെന്ന്. രണ്ടോട്ടം പൊക്കി വേക്കില്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? ഞാനത് കണ്ടു. വഴിയിലാണ് മുമ്പിൽ ഇരിക്കണത്, ആ മതിലിന്റെ നേരെ മുമ്പിലുണ്ട്. കല്യാണം മുടക്കിയാലുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞതാണോ അല്ല മൂപ്പരാണെന്ന് പറഞ്ഞതാ? ഉണ്ടെന്നാണല്ലേ? ഇല്ല, ആരുമില്ല, കൈ ഇങ്ങനെ ആടുന്നുണ്ട്. ഇല്ല എന്നാ പറഞ്ഞു. ആയിക്കോട്ടെ മൂപ്പരല്ലാന്നും ആവാം, ഇവിടെ മുടക്കികളൊന്നും ഇല്ലാന്നും ആവാം, ആയിക്കോട്ടെ, അന്നില്ലായിരിക്കട്ടെ. ഒരു കുട്ടിക്ക് കല്യാണം വരുമ്പോഴേ വിഷയം, സ്വന്തം കുട്ടികളെ കല്യാണം വരുമ്പോഴേ ഇതൊക്കെ അറിയുള്ളൂ. മനുഷ്യന്മാർക്ക് എന്ത് രസമാണ് ഡയലോഗ് അടിക്കാനേ. പിന്നെ മറ്റേ പെരക്കാരെ വീടുങ്ങൾക്ക് അറിയോ അഡ്രസ്സ്? എന്തേ വിഷയം? ഞങ്ങൾക്കൊരു ഒന്നുമില്ല, ഒരു കല്യാണ വിഷയം. വേറെ പേര് നിങ്ങൾക്ക് കിട്ടിയില്ലേന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, പിന്നെ എന്താ പറയാ? അപ്പോൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്, മുടക്കരുത്. നടത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ നടത്തി കൊടുക്കുക. നല്ല വിഷയങ്ങൾ പിന്നെ കല്യാണ വിഷയത്തിൽ സത്യസന്ധമായി പറയണമെന്നാണ്. ആണിൻ്റെ കുഴപ്പം പെണ്ണിൻ്റെ കുഴപ്പമൊക്കെ എന്ത് ചെയ്യുക, ഗീബത്ത് പറയാൻ വേണ്ടി പറയരുത്, അവരെ മോശാക്കാൻ വേണ്ടി പറയരുത്. എന്ത് ചെയ്യുക, ഒരു സതുപദേശത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും കാര്യമായ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, അല്ലെങ്കിൽ കാര്യമായ എന്തെങ്കിലും ഗുരുതരമായ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യുക, നല്ല ഉപദേശം കൊണ്ട് പറഞ്ഞു കൊടുക്കുക. മുടക്കാൻ വേണ്ടി പറയരുത്. ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ചെറിയ നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, ഇതൊക്കെ വേണമെങ്കിൽ തീരുമാനിച്ചു, കുഴപ്പമില്ല. നമ്മൾ ആകെ പറയൽ ഒരു മനുഷ്യൻ്റെ മോശത്തരങ്ങളാണ്. മനുഷ്യന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്. എത്രയോ നന്മകളുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടോയെന്നാണ് നോക്കുക. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മൾ അതെടുത്ത് പറയുക. അത് ജനങ്ങളെ എന്ത് ചെയ്യുക, ഒരു കുടുംബത്തെ അപമാനിക്കുക, നാണം കെടുത്തുക. ഇതൊക്കെ കൽബിൽ നിഫാക്കും കാപട്യവും ഉള്ളതിൻ്റെ അടയാളങ്ങളാണ്. നമ്മൾ അങ്ങനെ ആയിപ്പോകരുത്. കൽബിൽ കാപട്യം ഉണ്ടാകുമ്പോഴാണ് നന്മകൾ കാണാതിരിക്കുന്നത്. ഓൻ ആകെ കാണുന്നത് ഇരുട്ടായിരിക്കും. എത്ര ട്യൂബോർഡ് ഉണ്ടായാലും ഓൻ അപ്പുറത്ത് ഇരുട്ടുണ്ടല്ലോ, അപ്പൊ ഈ വെളിച്ചോ കാണില്ല. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ അഖബ ഉടമ്പടി കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് സമൂഹത്തോട് മുഴുവനും, അഖ്രിജു ഇലയ്യ മിൻകും 12 നഖീബാ ലിയകൂനു അലാ ഖൗമികും ബിമാ ഫീഹിം. അൻസാരികളെ, മുഹാജിറുകളെ, നിങ്ങളിൽ നിന്ന് 12 പേരെ നിങ്ങൾ എനിക്ക് തെരഞ്ഞെടുത്തു തരണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി 12 പേർ. അവരുടെ നേതാവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പ്രൈം മിനിസ്റ്റർ അവരുടെ കീഴെ മിനിസ്റ്റർമാർ ഉള്ളതുപോലെ, ഒരു ഭരണാധികാരിക്ക് കീഴെ ഉപഭരണാധികാരികൾ ഉള്ളതുപോലെ,
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് തെരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പുകളൊക്കെ ഇസ്ലാമിന്റെ സംസ്കാരമാണ്. അന്നൊക്കെ മൊണാർക്കിയുള്ള കാലമാണ്, രാജഭരണമുണ്ട്, അന്ന് കിങ്ഡം ഉണ്ട്, അന്ന് അതുപോലെ തന്നെ ഷെയ്ഖുമാർ ഭരിക്കുന്ന കാലമുണ്ട്, രാജാക്കന്മാരുടെ ഭരണകാലമാണ്. അതിന്നൊക്കെ മാറിയിട്ട് മുസ്ലിമീങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം 12 ആളുകളെ, നിങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ, നിങ്ങളുടെ പള്ളിയും നിങ്ങളുടെ ജുമുഅയും നിങ്ങളുടെ മക്കളുടെ മദ്രസയും നിങ്ങളുടെ നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 12 പേർ. ഒരു കമ്മിറ്റി ഭാരവാഹികൾ 12 പേരായ ഒരു കുഴപ്പമില്ല, ഖൈറ. നബി ഞങ്ങളുടെ ഒരു ചര്യയും അങ്ങനെയാണ്. 12 പേരെ തീരുമാനിച്ചു. ഇവിടെ 12 ആൾക്കാരുണ്ടെങ്കിൽ പുറത്താക്കുമെന്ന് കൊണ്ട് ഒന്നോട്ടെ. പക്ഷെ നബി തങ്ങൾ ആ വിഷയത്തിൽ സൂചിപ്പിച്ചത് 12 എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 12 പേരെ തെരഞ്ഞെടുത്തു. അതിൽ 9 പേർ ഖസ്റജ് ഗോത്രത്തിൽ നിന്ന്, 3 പേർ ഔസ് ഗോത്രത്തിൽ നിന്ന് മദീനക്കാരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ ശേഷം നമ്മളൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കാണും, ഒരു പ്രതിജ്ഞ വായിക്കൂലേ? അതുപോലെ നബി തങ്ങൾ അവരെ ഒരു വിഷയം ധരിപ്പിക്കുകയാണ്. അൻതും അലാ ഖൗമികും ബിമാ ഫീഹിം കുഫലാ കകഫാലത്തിൽ ഹവാരിയീന ലിഈസ ഇബ്നു മർയം വഅന കഫീലുൻ അലാ ഖൗമി. നിങ്ങൾ 12 പേർ കുഫലാ, ഈ സമൂഹത്തിന്റെ വിഷയം ഏറ്റെടുത്തവരാണ്, കഫീലുമാരാണ് നിങ്ങൾ. ഇതുപോലെ കകഫാലത്തിൽ ഹവാരിയീന ലിഈസ ഇബ്നു മർയം, മഹാനായ പ്രവാചകൻ മറിയം ബീവിയുടെ പുത്രൻ ഈസ നബി അലൈഹിസ്സലാം, അവരോടുകൂടെ 12 ഹവാരിയീങ്ങൾ, അപ്പോസ്തലന്മാർ, അപ്പോസ്റ്റൽസ് ഉണ്ടായിരുന്നത് പോലെ ഈ സമൂഹത്തിന്റെ കാര്യങ്ങൾ മുഴുവനും നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. വഅന കഫീലുൻ അലാ ഖൗമി, എന്റെ സമൂഹത്തിന്റെ വിഷയം ഞാനും ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലൂ നഅം, നബിയേ ഞങ്ങളതിന് ഒരുക്കമാണ്, ഞങ്ങളതിന് തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവരെ തീരുമാനം അറിയിച്ചു, നബി അവരുടെ തൃപ്തി അറിയിച്ചു കൊടുത്തു. നഅം യാ റസൂലല്ലാഹ്, പൊരുത്തമായി നബിയെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, മഹല്ല് ഭാരവാഹികൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കണം എന്ന് പറയാൻ കാരണം. എന്താ ഇപ്പൊ കമ്മിറ്റിക്കാര് അങ്ങനെ പറഞ്ഞു പോകരുത്. വഅംറുഹും ശൂറാ ബൈനഹും, നിങ്ങളെ ജനറൽ ബോഡി കൂടി തീരുമാനിച്ചെടുക്കുന്ന ആളുകളാണിവർ. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ മറുസ്വരം പാടില്ല. പിന്നെ അപ്പുറം പോയിട്ട് വേറെ വർത്തമാനം പറയാ, ഇവിടെ നിന്നൊരു കുത്ത്, അവിടെ നിന്നൊരു ഫിത്തനുണ്ടാക്കല്, ഇവിടെ നിന്നൊരു പൊളിക്കല്, ഇതൊന്നും ചെയ്യരുതേ. അൻതും കുഫലാ അൻതും അലാ ഖൗമികും ബിമാ ഫീഹിം കുഫലാ, നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആളുകളാണവർ, നിങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, ഇനി നിങ്ങളുടെ കാര്യം ഏറ്റെടുത്തവരാണ്. ഇതുപോലെ കകഫാലത്തിൽ ഹവാരിയീന ലിഈസ ഇബ്നു മർയം, മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന് 12 ഹവാരിയങ്ങൾ ഉണ്ടായിരുന്നത് പോലെ നിങ്ങളുടെ ഭരണാധികാരികളാണിവർ, നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തവരാണ്. വഅന കഫീലുൻ അലാ ഖൗമി, എന്റെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള കഫാലത്ത്, സ്പോൺസർഷിപ്പ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് അവിടുത്തെ സ്വഹാബികളുടെ കൂട്ടത്തിൽ സൈന്യത്തിന് കൂടിയാലോചനാ സംഘമുണ്ട്, മുസ്തഷാർ. ഉമ്മത്തിന്റെ വിഷയങ്ങൾ തീരുമാനിക്കാൻ ആളുകളുണ്ട്, 12 സംഘമടങ്ങുന്നവർ. സൈന്യത്തിന്റെ സൈന്യാധിപന്മാരുണ്ട്, സ്വഹാബികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് നബി തങ്ങള്. 3 പേർ, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. ഇവർ സൈന്യാധിപന്മാരാ. അവർ പറഞ്ഞാൽ കേട്ടേ പറ്റൂ, മറുകാര്യം മിണ്ടാൻ പാടില്ല. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. ഈ ഒരു ഐക്യവും ഈ ഒരു തരത്തിലുള്ള അഖണ്ഡതയും മുസ്ലിം ഉമ്മത്തിന്റെ മഹല്ലുകളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് ഉലമാഇന്റെ നേതൃത്വം അംഗീകരിക്കുകയും ഉമറാഇന്റെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്ത് ഒരു മറുസ്വരമില്ലാതെ മുന്നോട്ട് പോയാൽ എന്തൊരു ഭംഗിയാണ്, എന്തൊരു രസമാണ്, എന്തൊരു ഐക്യമാണ്, എന്തൊരു ശക്തിയാണ്. والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينهم ومما رزقناهم ينفقون.
അവര് നിസ്കാരം നിലനിർത്തുന്നവരാണ്, അള്ളാഹുവിന് ഉത്തരം കൊടുക്കുന്നവരാണ്, അവരുടെ വിഷയങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് അവര് തീരുമാനമെടുക്കുന്നവരാണ്, അവർ അള്ളാഹുവിന് വേണ്ടി കൈയഴിഞ്ഞു കൊടുക്കുന്നവരുമാണ്. ഈ വിശേഷണം മുസ്ലിം ഉമ്മത്തിൽ എവിടെയുണ്ടോ അവിടെ അവർക്ക് വിജയമുണ്ട്. ഷൂറ, ഖുർആനിലെ സൂറത്തിന്റെ പേരെന്നതാണ്? മശ്വറ ചെയ്യുന്ന, കൂടിയാലോചന. സൂറത്തിന്റെ പേര് പോലും വെച്ചത് അള്ളാഹു അങ്ങനെയാണ്. കാരണം ഈ ആയത്താണ് അതിന്റെ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു യുദ്ധത്തിന്റെ വിഷയം വന്നപ്പോ, കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ് വഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ يجادلونك في الحق بعدما تبين كأنما يساقون إلى الموت وهم ينظرون. അള്ളാഹുവിന് വേണ്ടി ജീവൻ ത്യജിക്കാനുള്ള ഒരു യുദ്ധത്തിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് വിളിക്കുമ്പോ ചില ആളുകൾക്ക് വരാൻ മടിയുണ്ടായപ്പോ നബി തങ്ങൾ സൈന്യാധിപന്മാരെ വിളിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങൾ റെഡിയാണ്. വഖാമ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു, ഞങ്ങൾ റെഡിയാണ് നബിയെ. വഖാമ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇംളി ലിമാ അറാകല്ലാഹ്, അല്ലാഹു എന്താണോ അങ്ങയെ കാണിക്കുന്നത് അങ്ങോട്ട് പോയിക്കോളൂ നബിയെ. ഫനഹ്നു മഅക്, ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട് നബിയെ. ഞങ്ങൾ വിഘടിച്ചു പോകുന്നവരല്ല, ഞങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്നവരല്ല, ഞങ്ങൾ മാറി നിൽക്കുന്നവരല്ല, ഞങ്ങൾ സത്യത്തോടൊപ്പമുണ്ട് നബിയെ, അങ്ങ് മുന്നോട്ട് പോയിക്കോളൂ. വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ നഖൂലു ലക്, അങ്ങയോട് ഞങ്ങൾ പറയില്ല. കമാ ഖാലത്ത് ബനൂ ഇസ്രായീൽ പറഞ്ഞ പോലെ. മൂസ നബിയോട് എന്താ അവര് പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസ നബിയെ, നിങ്ങളും നിങ്ങളുടെ പടച്ചതമ്പുരാനും പോയിക്കോളൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പറയില്ല നബിയെ. ولكن اذهب أنت, പോയിക്കോളൂ നബിയെ. وربك فقاتلا إنا معكما مقاتلون, നിങ്ങളും അല്ലാഹുവും ഉണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് നബിയെ എന്ന് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നബി ഞങ്ങൾക്ക് ധൈര്യം കൊടുക്കുന്നു. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അന്നേരമാണ് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, നബിയേ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഒരു കടലിലേക്കാണ് അങ്ങ് ചാടുന്നതെങ്കിൽ ആ കടലിലേക്ക് ഞങ്ങളുമുണ്ട് നബിയേ. ലഖുദ്നാഹു മഅക്, ഞങ്ങളുണ്ട് നബിയെ. കടലാണെങ്കിൽ കടല്, മരുഭൂമിയാണെങ്കിൽ മരുഭൂമി, ഞങ്ങൾ അങ്ങയോടൊപ്പമാണ് നബിയെ. ദശ്ത് തോ ദശ്ത് ഹേ दरिया भी न छोड़ा हमने, बहर जुल्मात में दौड़ा दिया खोड़ा हमने. दश्त तो दश्त है, എത്ര മരുഭൂമികളാണ്. ദരിയാ ഭീ ന ഛോടാ ഹംനെ, ഒരു നദി പോലും ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. മരുഭൂമിയോ നദിയോ ഒന്നും വിട്ടുകളഞ്ഞില്ല. ബഹർ ജുലുമാത് മേ ദൗടാ ദിയാ ഖോടാ ഹംനെ, അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്, മെഡിറ്ററേനിയൻ കടലിലാണ്, മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്കാണ് ഞങ്ങൾ കുതിരകളെ ഓടിച്ചത്. മഹാന്മാരായ സ്വഹാബിമാർ ദീനിന്റെ ദഅവത്തുമായി ചെന്ന് കടലിലേക്ക് ഇറങ്ങിപ്പോയ രംഗം ഉഖബ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, യാ അല്ലാഹ്, നിന്റെ ഭൂമിയുടെ അറ്റം വരെ ഞങ്ങൾ എത്തി നിൽക്കുന്നു. എവിടെ? സ്പെയിനിലേക്ക് കടക്കാൻ പോകുന്നവര്. ഇനി അങ്ങോട്ട് വെള്ളമാണ്, ഈ വെള്ളത്തിലൂടെ കുതിര ഓടുമെങ്കിൽ ഞങ്ങൾ ഓടിക്കുമായിരുന്നു റബ്ബേ എന്ന് പറഞ്ഞ് കുതിരയുടെ കഴുത്ത് വരെ വെള്ളമെത്തുമാർ മെഡിറ്ററേനിയൻ കടലിലേക്ക് കുതിരയെ ഓടിച്ച മഹാനാണ് ഉഖബ റളിയല്ലാഹു തആല അൻഹു. ആ വാക്കാണ് സഅദ് തങ്ങൾ പറഞ്ഞത്, നബിയെ, വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലവിസ്തഅറൽത ബിനാ ഹാദൽ ബഹറ ഫഖുൽതഹു ലഖുദ്നാഹു മഅക്, നബിയെ, ഈ സമുദ്രത്തിലേക്കാണ് അങ്ങ് കടക്കുന്നതെങ്കിൽ ഞങ്ങളൊപ്പമുണ്ട് നബിയെ. മുസ്ലിമീങ്ങളുടെ ഐക്യകണ്ഠമായ തീരുമാനത്തിന് ഒപ്പം നിൽക്കുകയാണ് സ്വഹാബികൾ. തീരുമാനം അറിയിച്ചു നേതാക്കന്മാർ, അണികളും റെഡിയാണ്. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം ബദറിലേക്ക് വരുന്നത്. അള്ളാഹുവിന്റെ സഹായം ബദറിൽ വന്നില്ലയോ? ബദരീങ്ങൾ ആണ്ട് നമ്മൾ കഴിഞ്ഞു.
പരിശുദ്ധ റമളാനിന്റെ 17-ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ബദറിലേക്ക് ഇറങ്ങിപ്പോയ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടുവല്ലോ. ഫിസായേ ബദർ പൈദാ കർ ഫരിശ്തേ തെരീ നുസ്രത് കോ ഉതർ സക്തേ ഹൈ ഗർദൂൻ സേ ഖതാർ അന്ദർ ഖതാർ ഭി. അള്ളാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വന്ന ആ ബദറിന്റെ ഭൂമിയിലും അള്ളാഹു തആല മറ്റൊരു പാഠം മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മശൂറയുടെ പാഠമുണ്ട് അവിടെ. ബദറിൽ കിടക്കേണ്ട പാഠങ്ങൾ പലതാണ്. ഒന്ന്, അള്ളാഹുവിന്റെ റസൂല് ഹക്കടപാടുകൾ വിട്ടാൻ പറഞ്ഞത്. ബദറിലേക്ക് ചെല്ലുമ്പോ യുദ്ധം അണിയായി നിൽക്കാൻ പോവാ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ബാധ്യതകൾ ഞാൻ തരാനുണ്ടെങ്കിൽ എന്തെങ്കിലും കടപ്പാടുകൾ എന്നോടുണ്ടെങ്കിൽ അറിയിക്കണമേ, ഞാൻ തിരിച്ചു തരാം. എന്താണ് ഈ പറയണെന്നറിയോ? മരിക്കാൻ പോവാൻ. ഖബറിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഷഹീദായി രക്തസാക്ഷിയായി മരിച്ചു വീഴുന്ന, അള്ളാഹുവിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു ഷഹീദ് പോലും സ്വർഗത്തിലേക്ക് പോവാതെ അള്ളാഹു പിടിച്ചു വെക്കുമെന്നാണ്. അവരുടെ പേരിൽ കടമുണ്ടെങ്കിൽ മുഅ്മിനെ കടം വാങ്ങി മുങ്ങണ്ട. കടം വാങ്ങിയിട്ട് മൊബൈൽ ഫോൺ മാറ്റി നടന്നിട്ടൊന്നും കാര്യമില്ല. അള്ളാഹു പിടിക്കുമെന്നുറപ്പാണ്. കടബാധ്യതകൾ ബാധ്യതയാണ്. അത് മനുഷ്യനോട് വാങ്ങിയതാണെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിലും ബാധ്യതകളാണ്. അതാദ്യമായി വിട്ടാൻ പറഞ്ഞു നബി തങ്ങൾ ബദറിന്റെ യുദ്ധം നടക്കുമ്പോ. പിന്നെ അല്ലാഹുവിലേക്ക് കയ്യുയർത്തി ദുആ ചെയ്ത ദുആ ഉണ്ടവിടെ. അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബ ഫലൻ തുഅബദ ഫിൽ അർളി അബദാ. അല്ലാഹുവേ, ഈ ചെറുസംഘമെങ്ങാനും നശിച്ചു പോയാൽ, 313ഓളം വരുന്ന സ്വഹാബികൾ ഇവരങ്ങ് മരിച്ചുപോയാൽ, ഈ യുദ്ധത്തിലങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാകില്ല അല്ലാ എന്ന് ആകാശത്തേക്ക് കയ്യുയർത്തി ദുആ ചെയ്തപ്പോ അവിടുത്തെ അവിടുത്തെ ഖമീസിന്റെ കുപ്പായ കൈ അത് താഴേക്ക് വീണ് നബി തങ്ങളുടെ കക്ഷത്തിന്റെ വെളുപ്പ് നിറം പോലും കാണുമാർ ആകാശത്തേക്ക് കയ്യുയർത്തി തൊണ്ടയടറിക്കൊണ്ട് കണ്ണുനീര് വാർത്തുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, നിർത്ത് നബിയേ, അങ്ങയുടെ ദുആ നിർത്തിക്കോളൂ നബിയേ. അല്ലാഹു നിങ്ങളെ സഹായിക്കും റസൂലേ, അല്ലാഹു സഹായിക്കും നബിയേ, നിർത്തിക്കോളൂ. അങ്ങേക്ക് വല്ലതും സംഭവിക്കുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നു. രണ്ടാമത്തെ പാഠം അതാണ്. ഉദ്ഉല്ലാഹ ദുആഅൽ മുഫ്തർ. കുടുങ്ങിപ്പോയവന്റെ അങ്ങ് എല്ലാ വഴികളും അടഞ്ഞു പോയ ഒരു അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമേ. പടച്ചവനെ, നീ എന്നെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ കുടുങ്ങിപ്പോകുമല്ലാ. എന്റെ കുട്ടിയുടെ അസുഖത്തിന് ശിഫാ നീ തന്നില്ലെങ്കിൽ എന്റെ കുഞ്ഞിന് അപകടം സംഭവിച്ചു പോകുമല്ലാ. ആ രീതിയിൽ നിങ്ങൾ അല്ലാഹുവിനോട് ദുആഉൽ മുഫ്തർ, അങ്ങേയറ്റം താണുകേണ് കുടുങ്ങിപ്പോയവന്റെ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ബദറിന്റെ ഭൂവിൽ അവിടെ തന്നെ പഠിപ്പിച്ചു, മശ്വറ സ്വീകരിക്കണമേ. ബദറിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സൈന്യവുമായി കടന്നു വന്നപ്പോ ബദറിൽ ചില കിണറുകളുണ്ട്, കൊച്ചു കിണറുകളുണ്ട്. ആ കിണറുകളിൽ ബദറിനോട് ഏറ്റവും അടുത്ത ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങൾ സൈന്യത്തെ ഇറക്കുന്നത്. ബദറിൽ ആദ്യം കിട്ടുന്ന വെള്ളം എവിടെയാണോ, കിണർ എവിടെയാണോ, അവിടെയാണ് തമ്പടിക്കുന്നത് നിബിതങ്ങൾ സൈന്യവുമായി. ആ സമയം സൈനിക കാര്യങ്ങളിൽ എക്സ്പേർട്ടായിരുന്ന സ്വഹാബി മഹാനായ അൽ ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു, ബദരിയായ സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അറഅയ്ത ഹാദൽ മൻസിൽ, അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കി വെച്ച ഈ സ്ഥലം, അമൻസിലുൻ അൻസലകഹുല്ലാഹ്, അത് അല്ലാഹു നിങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞ സ്ഥലമാണോ ഇത്? ഇവിടെ ഇറങ്ങാൻ അല്ലാഹു നിർദ്ദേശിച്ചതാണോ? ലൈസ ലനാ അൻ നതഖദ്ദമഹു വലാ നതഅഖറ അൻ, ഇവിടെ അങ്ങോട്ട് മുന്നോട്ടോ പിന്നോട്ടോ പോയിക്കൂടാ, ഇവിടെ തന്നെ നിന്നേക്കണമെന്ന് അല്ലാഹു നിർദ്ദേശിച്ച സ്ഥലമാണോ നബിയേ? അം ഹുവർ റഅയു വൽ ഹർബ് വൽ മകീദ, അത് അങ്ങയുടെ അഭിപ്രായവും യുദ്ധത്തിന്റെ ചില സ്ട്രാറ്റജിയുമാണോ നബിയേ? യുദ്ധതന്ത്രമാണോ? അങ്ങയുടെ അഭിപ്രായമാണോ? സഹാബി ചോദിക്കാൻ. ആര്?
അൽ ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു, നബിയേ ഇവിടുന്ന് അനങ്ങിക്കൂടെ നബിയെ? അതായത് ബദറിലേക്ക് വരുമ്പോ ആദ്യം കിട്ടുന്ന കിണറിന്റെ അടുത്ത് നബി തങ്ങൾ തമ്പടിച്ചു. സഹാബി ചോദിക്കുക, നബിയെ ഇത് അങ്ങയെ അള്ളാഹു നിർദ്ദേശിച്ച സ്ഥലമാണോ? ഇവിടുന്ന് മാറാൻ പറ്റൂലേ? അങ്ങേക്ക് അള്ളാഹു നിർദ്ദേശിച്ച് ഒരിക്കലും മുമ്പോട്ടോ പിന്നോട്ടോ മാറരുത് എന്ന് പറഞ്ഞറിയിച്ച സ്ഥലമാണോ? അതല്ല. അം ഹുവർ റഅയു വൽ ഹർബ് വൽ മഖീദ, ഇത് അങ്ങയുടെ അഭിപ്രായവും യുദ്ധവും യുദ്ധചതിയുമാണോ നബിയെ? എന്താണിത് എന്ന് ചോദിച്ചു. നബി തങ്ങളുടെ മറുപടി, ബൽ ഹുവർ റഅയു വൽ ഹർബ് വൽ മഖീദ, ഇത് യുദ്ധമാണ്, യുദ്ധത്തിന്റെ തന്ത്രമാണ്, യുദ്ധത്തിന്റെ സ്ട്രാറ്റജിയാണിത്, എന്റെ അഭിപ്രായമാണ്. യാ റസൂലല്ലാഹ്, എങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ, ഈ സ്ഥലമല്ല നബിയെ അങ്ങ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ ശത്രുക്കളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കിണർ ഏതാണോ ആ കിണറാണ് നമ്മൾ പിടിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അവിടെ നമ്മുടെ ടാങ്ക് ഉണ്ടാക്കണം, ഹൗദ് ഉണ്ടാക്കണം. ആ ഹൗദിൽ വെള്ളം നിറച്ച് അത് നമ്മുടെ കസ്റ്റഡിയിൽ വെച്ച് ശത്രുക്കൾക്ക് അവിടെ വെള്ളം കിട്ടാതെ വരണം. അപ്പോഴേ യുദ്ധം ജയിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ അഭിപ്രായം പറഞ്ഞു കൊടുക്കുകയാണ് അൽ ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു. അത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ലഖദ് അശർത ബിർറഈ, ഹുബാബേ, അൽ ഹുബാബ് ഇബ്നുൽ മുൻദിറെ, നിങ്ങൾ അഭിപ്രായം പറഞ്ഞത് വളരെ നല്ല അഭിപ്രായമാണ്. എല്ലാവരോടും എഴുന്നേൽക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് എവിടെയാണോ ഈ സ്വഹാബി അൽ ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു എവിടെയാണോ ഇറങ്ങാൻ പറഞ്ഞത് ആ സ്ഥലത്ത് തമ്പടിച്ചു നബി തങ്ങളും അനുയായികളും. അങ്ങനെയാണ് ബദർ യുദ്ധം നടക്കുന്നത്. ആ ഒരു വലിയൊരു യുദ്ധം നടക്കുമ്പോ ഞാൻ പറഞ്ഞെടുത്തിരുന്നാ പോരെ, മറുചോദ്യം ചോദിക്കണമോ എന്നൊക്കെ നബി തങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഹുബാബേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നബി തങ്ങൾ ചിന്തിക്കാൻ തങ്ങൾ ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം എന്നറിയോ? അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. വഅംറുഹും ശൂറാ ബൈനഹും, മുസ്ലിമീങ്ങൾ അങ്ങനെയാണ്. അഭിപ്രായങ്ങൾ സ്വീകരിക്കണം, അഭിപ്രായങ്ങൾ അന്വേഷിക്കണം, കൂടിയാലോചിക്കണം. ഒരുപാട് കൂട്ടമായി ചിന്തകൾ ഉണ്ടാകുമ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാകും. അത് വീടിന്റെ ഉള്ളിൽ, കുടുംബത്തിന്റെ ഉള്ളിൽ, നമ്മുടെ മഹല്ലിന്റെ ഉള്ളിൽ, നമ്മുടെ ചർച്ചകളിൽ, നമ്മുടെ പ്രസ്ഥാനങ്ങളിലൊക്കെ കൂട്ടമായ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ, കൂടിയാലോചനകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ല അഭിപ്രായം പുറത്തു വരുമ്പോൾ അതിൽ ബറക്കത്തുണ്ടാകും. എന്തേന്നറിയോ? യദുല്ലാഹി അലൽ ജമാഅ, അല്ലാഹുവിന്റെ കൈ എന്ന് പറഞ്ഞുകൂടാ. ആ കൈ എന്ന വാക്കിന് അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അവന്റെ രക്ഷ, അള്ളാഹുവിന്റെ സഹായം എന്നൊക്കെയാണ് അർത്ഥം. അലൽ ജമാഅ, ഒരു സമൂഹം എവിടെയാണോ ഒരുമിച്ച് മൊത്തമായി നിൽക്കുന്നത് അവിടെ അള്ളാഹുവിന്റെ രക്ഷയുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ബരീറ എന്ന് പറയുന്നൊരു പെണ്ണുണ്ട്. അവരുടെ ഒരു ഭർത്താവുണ്ട് മുഗീസ്. രണ്ടുപേരും അടിമകളായിരുന്നു. രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ട്. പുതിയാപ്പിളയും അടിമയാണ്, പെണ്ണും അടിമയാണ്. പെണ്ണിന്റെ പേര് ബരീറ, ഭർത്താവിന്റെ പേര് മുഗീസ്. പക്ഷെ മുഗീസിന് പെണ്ണിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഉണ്ടാവും. പെണ്ണുങ്ങൾ പലതരത്തിലാണ്. വല്ലാതെ സ്നേഹിച്ചവൾ വിചാരിക്കും ഞാൻ ഇതിന് മാത്രമൊക്കെ ഉള്ള ആളാണല്ലോ, അതുകൊണ്ടല്ലേ എനിക്ക് വേറെ ആളെ കിട്ടുമെന്ന്. ചില ബുദ്ധിയില്ലാത്ത പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കും. ചില വിചാരിക്കും പടച്ചോനെ ഇത്ര സ്നേഹിക്കുന്നൊരു ഭർത്താവല്ലേ, ഞാൻ മറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ലല്ലോ. ബുദ്ധിയുള്ള കുട്ടികൾ അങ്ങനെ ചിന്തിക്കും. മുഗീസ് റളിയല്ലാഹു അൻഹു ഭയങ്കര സ്നേഹമാണ്. അതിനിടക്കാണ് ബരീറക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ബരീറ സ്വതന്ത്രയായി. സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് പിന്നെ തീരുമാനമെടുക്കാം, എൻ്റെ അടിമയായ ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിക്കണോ, അതല്ല ഒരു സ്വതന്ത്രനായ ഭർത്താവിനെ കിട്ടാൻ ഈ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം വേണമെങ്കിൽ എടുക്കാം, അയാൾ ഒഴിവാക്കിയിട്ട് പുതിയൊരു ഭർത്താവിനെ സ്വീകരിക്കാം. അവൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നാണ്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പെണ്ണ് പറഞ്ഞു എനിക്ക് നിങ്ങളെ വേണ്ട. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉണ്ടാവും. ഒരു കാറിൻ്റെ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചില പെൺകുട്ടികളെ പറയില്ല ഇനി ഭർത്താവിൻ്റെ ആവശ്യമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എന്ത് ചെയ്യുക ചെയ്തോളാം, കയ്യിൽ പൈസ ഉണ്ട്, ATM കാർഡ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, കുട്ടികളെ കൊണ്ടുപോകും, എല്ലാം ഞാൻ ചെയ്തോളാം, നിങ്ങൾ ആവശ്യം തന്നെയല്ല എന്ന് പറയുന്ന പോലെ ബരീറ ബീവി മുഗീസ് എന്നവരെ വേണ്ട എന്ന് പറഞ്ഞു. മുഗീസ് റളിയല്ലാഹു അൻഹു അടിമയാണ്. അപ്പോഴും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും യാ ബരീറ, എൻ്റെ ബരീറ എന്ന് വിളിച്ച്. മുഗീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്. മദീനയുടെ തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കുന്ന കാഴ്ച കരഞ്ഞുകൊണ്ട്, കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ, ജനങ്ങളൊക്കെ ഇത് കാണുന്നുണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ അദ്ദേഹത്തിന് പ്രശ്നമല്ല, സ്വന്തം ഭാര്യയായിരുന്നവളാണ്. ബരീറ, നീ എന്നെ തിരിച്ചെടുക്കുമോ, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം, എന്നെ ഭർത്താവായി നീ തിരിച്ചെടുക്കുമോ എന്നും പറഞ്ഞ് ബരീറയുടെ പിന്നാലെ മുഗീസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് നടക്കുന്ന കാഴ്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു.
നബി തങ്ങൾ ചോദിക്കുമായിരുന്നു, അമാ തഅജബൂന മിൻ ഹുബ്ബി മുഗീസിൻ ലിബരീറ, ബരീറെ മുഗീത്ത് സ്നേഹിക്കുന്ന ഈ സ്നേഹം കണ്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? വല്ലാത്തൊരു സ്നേഹമല്ലേ? കരയാൻ എന്നെ ഒരു പെണ്ണ് കരഞ്ഞേക്കാം, പക്ഷെ ആണ് കരയൂലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുക. കരയുന്ന ആണുങ്ങളും കാണും, നല്ല നിർമ്മലമായ ഹൃദയമുള്ളവർ കാണും. മുഗീസ് എന്നവരുടെ കരച്ചിൽ കണ്ട് നബി തങ്ങൾ പറഞ്ഞു, ബരീറ, നിങ്ങളോടൊരു കാര്യം നിർദ്ദേശിച്ചോട്ടെ, മുഗീസിനെ നിങ്ങൾക്ക് തിരിച്ചെടുത്തുകൂടെ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് ചോദിച്ചു, നബിയേ അതഅ്മുറുനി, ഇത് അങ്ങയുടെ ആജ്ഞയാണോ? അങ്ങ് എന്നോട് കൽപ്പിക്കുകയാണോ മുഗീസിനെ തിരിച്ചെടുക്കാൻ? ഞാൻ ചെയ്തേക്കാം. കൽപ്പിക്കുകയാണോ? ബൽ അന ശാഫിഉൻ, ഞാൻ ശഫാഅത്ത് ചെയ്യാൻ, ശുപാർശ ചെയ്യാൻ, വേണമെന്ന് പറയല്ല, ഞാൻ മുഗീസിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാണെന്ന് പറഞ്ഞു. വേണമെങ്കിൽ എടുത്തൂടെ എന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് മുഗീസിന് വേണ്ടി. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കണ്ടിട്ട് എനിക്ക് തോന്നുകയാണ്. അപ്പോ ആ മഹദി പറഞ്ഞു, നബിയെ അങ്ങ് കൽപ്പിക്കല്ലോ, അങ്ങ് റെക്കമെൻഡ് ചെയ്തതല്ലേ, നബിയെ എനിക്ക് വേണ്ട നബിയെ, എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ തങ്ങൾ അവിടെയും ചെയ്തത് വിഘടിച്ചു പോകുമായിരുന്ന, വേർപിരിഞ്ഞു പോകുമായിരുന്ന ഒരു ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കാൻ നോക്കുകയാണ്. എന്തെങ്കിലും രീതിയിൽ ഇടപെട്ടുകൊണ്ട് നന്നാക്കാൻ പറ്റുമോ? മുഗീസ് എന്നവരെയും ബരീറ എന്നവരെയും കൂട്ടിയോജിപ്പിക്കാൻ പറ്റുമോ എന്ന് റെക്കമെൻഡ് ചെയ്ത, ശഫാഅത്ത് ചെയ്ത നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏത് വിഷയത്തിലും ഇങ്ങനെ മശ്വറ കാണാൻ കഴിയും, ഉമ്മത്തിന്റെ വിഷയത്തിൽ ഇടപെടുന്നത് കാണാൻ കഴിയും.